കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള നാശനഷ്ടം കണക്കാക്കാൻ 3 സംഘങ്ങൾ ഇന്ന് മേഖലയിൽ എത്തുന്നുണ്ട്. കൃഷിവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും. കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിൻ മേഖല സന്ദർശിച്ചതാണ്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നു. അഭിജിത്ത്, ഈ മേഖലയിൽ ആളപായം ഒന്നേ ഉണ്ടായുള്ളൂ, ഭാഗ്യം ഒന്നിൽ നിന്നും അത്. പക്ഷേ ഒരുപാട് വീടുകൾക്ക്, ഒരുപാട് കൃഷിസ്ഥലങ്ങൾക്ക്, ഹെക്ടർ കണക്കിന് മേഖലകൾ ഒലിച്ചുപോയി ഒരുപാട് പേരുടെ ജീവിതോപാധി നഷ്ടമായതൊക്കെ ഉണ്ട്. അപ്പോൾ വിലങ്ങാടും സർക്കാർ സത്വര ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലയാണ്. അഭിജിത്ത്. തീർച്ചയായും ഹാഷ്മി, അക്കാര്യത്തിൽ സംശയമില്ല. ഉരുൾപൊട്ടൽ വ്യാപക നാശനഷ്ടം വിതച്ച വിലങ്ങാട് മേഖലയിലേക്ക് ഇന്ന് ഉദ്യോഗസ്ഥ സംഘം എത്തുകയാണ്. 3 തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അതിൽ മൃഗസംരക്ഷണ വകുപ്പ്, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാകും. അവർ ഈ 3 സംഘങ്ങളായി തിരിഞ്ഞ് ഈ ഉരുൾപൊട്ടൽ ബാധിച്ച മേഖലകളിലെല്ലാം എത്തി വിശദമായ കണക്കെടുക്കും. ഈ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി എത്ര, എന്തൊക്കെയാണ് ആ മേഖലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ കൃത്യമായ കണക്ക് ശേഖരിക്കുകയാണ് അവരുടെ ലക്ഷ്യം. വലിയ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ ഈ വരവിനെ കാണുന്നത്. കാരണം അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. അത് ഈ ഒരു വിശദമായ കണക്കെടുപ്പിന് ശേഷമാകും ആ ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുക. കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിൻ മേഖല സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉൾപ്പെടെ പോയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞത് കൃത്യമായ രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം ഈ മേഖലയിലുള്ളവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറപ്പ്. ഷാഫി പറമ്പിൽ MP അടക്കം ഒരു പ്രത്യേക പാക്കേജ് ഈ ഒരു മേഖലയ്ക്ക് അനുവദിക്കണമെന്നുള്ള കാര്യവും ആവശ്യപ്പെട്ടിരുന്നു. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആളപായം ഉണ്ടായില്ല എന്നതൊഴിച്ചാൽ വലിയ നാശനഷ്ടം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, കുറ്റല്ലൂർ, പന്നിയേരി, പാനോം തുടങ്ങി വിവിധമായ മേഖലകളിലാണ് ഏതാണ്ട് 25ഓളം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇതിനെ തുടർന്ന് വീടുകൾ നാമാവശേഷമുണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഒപ്പം കടകളിലേക്ക് വെള്ളം അടിച്ചു കയറി, മണ്ണ് കയറി, ചളി കയറി, കടകൾ ഉപയോഗശൂന്യമല്ലാതായി, വീടുകൾ തകർന്ന് നാമാവശേഷമായി. നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ കുറച്ചുപേരെ മാറ്റിയിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ ശബ്ദം കേട്ട് കുറച്ചുപേർ അവിടെ നിന്ന് മാറി നിന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു അപകടം, ദുരന്തമൊക്കെ ഒഴിവായത്. പക്ഷേ അപ്പോഴും ഈ നാശനഷ്ടങ്ങളുടെ കണക്ക് അത് വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ ഭീഷണി അവിടെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ 100ഓളം കുടുംബങ്ങളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. സമീപത്തെ സ്കൂളുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെയാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചത്. അതായത് ഇപ്പോഴും അവിടെ ഒരു ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു ആശങ്കപ്പെടുത്താനുള്ള ഒരു കാര്യമല്ല എങ്കിൽ കൂടി അത് നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ആ മേഖലയിലുള്ളവർ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും നഷ്ടപരിഹാരമാണ്. കാരണം ആ പ്രദേശത്തുള്ളവരുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. വലിയൊരു മേഖലയൊന്നാകെ കൃഷി നശിച്ചിട്ടുണ്ട്. ഹെക്ടർ കണക്കിന് പ്രദേശത്ത് കൃഷി നശിച്ചിട്ടുണ്ട്. ഈ മരച്ചീനി, വാഴ ഉൾപ്പെടെ അങ്ങനെ വിവിധങ്ങളായ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന പാവപ്പെട്ടവരുടെ ഒരു പ്രദേശമാണത്. അതിനാൽ തന്നെ ഈ കൃഷി നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകുക. ഒപ്പം തന്നെ പാലങ്ങൾ തകർന്നിട്ടുണ്ട്, റോഡുകൾ തകർന്നിട്ടുണ്ട്, കടകൾ തകർന്നിട്ടുണ്ട്. ഇവയൊക്കെ ജനവാസ യോഗ്യമാകുന്ന രീതിയിൽ പുനർനിർമ്മിക്കുക, അതിൻ്റെ ഘടന വീണ്ടെടുക്കുക എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട് കിടക്കുന്നുമുണ്ട്. ഏതായാലും ഇന്ന് ഉദ്യോഗസ്ഥ സംഘം എത്തുന്നതോടുകൂടി ഇതിനൊക്കെ കൃത്യമായ ഒരു കണക്കുണ്ടാകും. എന്തൊക്കെ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ വ്യാപ്തി എത്ര എന്നതിലൊരു കണക്ക് ഇന്നത്തോടെ ഉണ്ടാകും. അതിനുശേഷം മറ്റ് ഇടപെടലുകൾ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ആ പ്രദേശത്തുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി.